15 മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വൈറ്റ് ഹൌസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ബൈഡൻ സമാധാന കരാർ അമേരിക്കൻ നയതന്ത്ര ദീർഘദൂര പിന്നാമ്പുറ ചർച്ചകൾ എന്നിവയുടെ ഫലമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സമാധാന കരാർ നിലനിൽക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ബൈഡൻ തുറന്നു പറഞ്ഞു. സമാധാന കരാർ ആദ്യഘട്ടത്തിന്റെ കാലാവധി എന്നത് 42 ദിവസമാണ്. 6 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനമായിരിക്കുമെന്നും ബൈഡൻ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ മെയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടപ്പിലായിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തലിനുള്ള കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇക്കാര്യം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഗാസയിൽ ശാന്തി പുലരുമെന്ന പ്രതീക്ഷയാണ് ലോകം മുഴുവനും. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ഷ്യൻ, ഖത്തർ മധ്യസ്ഥർ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷമായിരുന്നു പ്രധാനമായും ഈ വഴിത്തിരിവ് നടന്നിരിക്കുന്നത്. ബന്ദികളുടെയും പാലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ധാരണയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 94 ഇസ്രയേലി തടവുകാരാണ് ഹമാസിന്റെ പക്കൽ നിലവിലുള്ളത്. 100 പാലസ്തീനി തടവുകാരായിരിക്കും ഇസ്രയേൽ പ്രധാനമായും കൈമാറുക. ഖത്തറും അമേരിക്കയും ഈജിപ്തുമാണ് ചർച്ചകൾക്ക് പ്രധാനമായും മധ്യസ്ഥത വഹിച്ചത്. ഇരു കക്ഷികളും ഒപ്പുവെച്ച കരാറിൽ 3 ഘട്ടങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേനയെ പിൻവലിക്കുക, ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുക, മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറുക, ഗാസ മുനമ്പിൽ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക, രോഗികളെയും പരിക്കേറ്റവരെയും ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കുക എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നതെന്നും സംയുക്ത പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും പ്രസിഡന്റ് ജോ ബൈഡനുമായും ചർച്ച നടത്തുകയുണ്ടായി. ചർച്ചയ്ക്കിടെ ബന്ദികളെ മോചിപ്പിക്കാൻ സഹായിച്ചതിന് നെതന്യാഹു അവരോട് നന്ദി പറയുകയും ചെയ്തു. മാത്രമല്ല, തങ്ങളുടെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗാസ തീവ്രവാദത്തിന്റെ ഒരു പറുദീസയായി മാറുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് ഊന്നൽ നൽകിയതിന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം പ്രശംസിച്ചു. പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവ പരിഹരിക്കുന്നതിനും ഉടൻ തന്നെ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്താൻ ഇരു നേതാക്കളും തീരുമാനം കൈക്കൊണ്ടിട്ടുമുണ്ട്.